ഈ സിനിമ ജനങ്ങൾ ദയവ് ചെയ്തിട്ട് ആരും പോയി കാണരുത് എന്നൊക്കെ ആധികാരികമായിട്ട് കയറി എന്ന് പറയുമ്പോൾ റിവ്യൂസ് ഇട്ടോട്ടെ, എനിക്ക് എൻ്റെതായ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടില്ല. ഈ റിവ്യൂവിനെ വിശ്വസിക്കുന്ന അതേ റിവ്യൂ കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ട് നെഗറ്റീവ് റിവ്യൂസ് കണ്ടിട്ട് ഞാൻ പോയിട്ട് പടം കണ്ടിട്ട് അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയതും പോസിറ്റീവ് റിവ്യൂ കണ്ടിട്ട് ഞാൻ പോയി കാണുമ്പോൾ നമുക്ക് നെഗറ്റീവ് റിവ്യൂ ഫീൽ ചെയ്യുന്നതായിട്ടുള്ള സിനിമകളുണ്ട്. ഐ സ്റ്റിൽ റിമെമ്പർ ജയറാമേട്ടൻ്റെ അമ്മ മരിച്ച അന്ന് രാത്രി എന്തോ ഷൂട്ടിംഗ് ആള് പൂർത്തിയാക്കിയിട്ട് പോയത് അവിടുന്ന്. അപ്പോൾ അതും എടുത്തുകൊണ്ട് നിന്ന് ഭയങ്കര ഒരു ഇമോഷണൽ സീക്വൻസ് ഒക്കെ ആയിരുന്നു. ആൾക്കാരും ശബ്ദം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആദർശമാണ്, അത് അഭിയാണ്, അത് ദിലീപാണെന്ന് പറഞ്ഞ് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു വളർച്ചയാണ്. അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാധനം എടുത്ത് ചെയ്തിട്ട് പെട്ടെന്ന് കയറി വൈറലായ ആൾക്കാരല്ല. ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് മീ NBR. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയുടെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാനുണ്ട് സിനിമയുടെ സംവിധായകൻ നാദൃശ്യയും മാളവികയും നമ്മോട് ചേരുന്നു. നമസ്കാരം. നമസ്കാരം. നമസ്കാരം എല്ലാവർക്കും. കുറച്ച് സ്പീഡായി പോയല്ലേ? ഇല്ല, കുഴപ്പമില്ല. ഈ സ്പീഡ് നമ്മുടെ പടത്തിനുണ്ട്, അപ്പൊ ഞാൻ അതിനെ പറ്റി ആലോചിച്ചാൽ. ഇക്ക എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. പുതിയ വിശേഷം വൺസ് അപ്പോൺ എ ടൈം കൊച്ചി അല്ലേ? ആ പേര് വൺസ് അപ്പോൺ എ ടൈം കൊച്ചി, അതായത് ഇപ്പം നമ്മുടെ പഴയ ഫസ്റ്റ് ടൈറ്റിൽ കണ്ടപ്പോൾ എനിക്ക് പഴയ കുറച്ച് പടങ്ങളാണ്. വൺസ് അപ്പോൺ എ ടൈം അമേരിക്ക, അങ്ങനെ കുറെ ഹോളിവുഡ് പടങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇടാൻ കാരണം? എന്താണ് അത് തന്നെയാണ് കാരണം. കാരണം അതൊക്കെ കണ്ടു പോകുമ്പോൾ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുന്ന ഒരു ടൈറ്റിലില്ല. അത് ഇല്ലാത്ത കാരണം നമ്മളത് കൊച്ചിയിട്ടു. പിന്നെ അത് കൊച്ചിയിൽ മാത്രം നടക്കുന്നൊരു കഥയല്ല, ഇത് എല്ലാ പട്ടണങ്ങളിലും സംഭവിക്കാവുന്നൊരു കഥ. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ ഷൂട്ട് ചെയ്ത കാരണം വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി കൊച്ചിക്കാരുടെ കഥയല്ല, കൊച്ചിക്കാരുടെ ഒരു പൊതുവായിട്ടുള്ളൊരു തനി കൊച്ചിക്കാരുടെ കഥയല്ല, കൊച്ചിയിൽ സംഭവിച്ചു എന്ന് പറയുന്ന ഒരു കഥ. അത്രേ ഉള്ളൂ. മാളവിക എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല ഇങ്ങനെയൊക്കെ പോകുന്നതൊക്കെ കുറെ ആളെല്ലാം കണ്ടിട്ട്. എവിടെയായിരുന്നു പരിപാടിയൊക്കെ? സിനിമ കുറെ ഒരു ഗ്യാപ്പ് എടുത്താണോ? ഇല്ല, ഇവിടെ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണെന്ന് കാണുന്നത്. അതെ, ഇപ്പൊ നമ്മളുടെ റിലീസ് എപ്പോഴാണ്, അപ്പൊ ഞാൻ വല്ല മൂവി റിലീസ് ഉള്ള സമയത്ത് മാത്രം അത്രേ ഉള്ളൂ. വൺസ് അപ്പോൺ എ ടൈം കൊച്ചിയിൽ എങ്ങനെയാണ്? വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയില് നല്ലൊരു ക്യാരക്ടറാണ്. റസിയ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമാണ്. സാധാരണ ഒരു പെൺകുട്ടി, അവരുടെ സിറ്റുവേഷൻ വൈസ് എല്ലാത്തിലും പൊരുത്തപ്പെട്ട് ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാത്തിലും കൂടെ നിൽക്കുന്ന ഒരു കുട്ടിയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ക്യാരക്ടർ. കേട്ടതിനേക്കാളും ഇക്കയും റാഫി സാറും പറഞ്ഞ കേട്ടതിനേക്കാളും എടുത്തു വന്ന് പിന്നെ നമ്മൾ ഡബിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയാ സന്തോഷം തോന്നി കണ്ടപ്പോൾ. ഓക്കെ, റസിയ ഓക്കെ ആയിട്ട് എനിക്ക് തോന്നി അതുണ്ടാവുമല്ലോ. അങ്ങനല്ല, ഈ കഥ പറയുമ്പോൾ നമുക്ക് അതെ ശരിക്ക് ഒരു ഈ റൈറ്റേഴ്സിൻ്റെ ആണെങ്കിലും ഡയറക്ടേഴ്സിൻ്റെ ആണെങ്കിലും ഒരു സാധാരണഗതിയിൽ ഈ ആർട്ടിസ്റ്റിനെ പറഞ്ഞ് വീഴ്ത്തണമെന്ന് വെച്ചാൽ ഇങ്ങനെ വേറെ ഒന്നുമില്ല. കഥ പറയുമ്പോൾ ഫുള്ളായിട്ട് കഥ കേട്ട് കഴിയുമ്പോൾ ഇവരായിരിക്കും, ഇവരാണ് അതിൻ്റെ അകത്ത് മെയിൻ. ഈ സിനിമ നടക്കൂല. അപ്പൊ അങ്ങനെ പറഞ്ഞു പറ്റിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. പിന്നെ അവസാനം എഡിറ്റൊക്കെ കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇതായിരുന്നു. അതെ തീർച്ചയായിട്ടും. പക്ഷെ അപ്പൊ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ടും നേരിട്ട് കാണുമ്പോ ഓക്കെ വിചാരിച്ചേക്കാളും ഇത്രയും കൂടി ഉണ്ട്, ചെയ്തു തന്നിട്ടുണ്ട് എന്നുള്ള ഒരു സമാധാനം. ഇത് ആദ്യമേ ഞാൻ പറഞ്ഞു, ഇതിന്റെ സ്ക്രീൻ സ്പേസ് പിന്നെ വളരെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയാണ്. പക്ഷെ എന്നാൽ പോലും സിനിമ കണ്ട് ഇറങ്ങുന്ന ആളുകൾക്ക് ഈ കുട്ടി അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് ആരും ചോദിക്കില്ല. ഓ, നിങ്ങൾ നന്നായിരുന്നിട്ട് അന്ന് പറയും. അതുപോലത്തെ ഒരു ക്യാരക്ടറാണ്. പിന്നെ നല്ലൊരു പാട്ട് കിട്ടിയില്ലേ? അത് നല്ലൊരു പാട്ട് തന്നെ റിലീസ് ചെയ്തിരുന്നു കേട്ടോ. അതെ നല്ല രസമായിരുന്നു കേൾക്കാൻ. അത് പല കല്യാണങ്ങളിലും അത് പ്ലേ ചെയ്ത് അടിപൊളിയായിരുന്നു. അത് അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിട്ടൊരു പാട്ട് ഒരു സിനിമയിൽ കിട്ടിയാൽ തന്നെ, അല്ലെങ്കിൽ ആ പാട്ടിൽ വന്നു പോകുമ്പോൾ പാട്ട് ഹിറ്റാണെങ്കിൽ എന്താ പറയുക, ഒരു ചെറിയ സംഭവം ആണെങ്കിൽ പോലും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. അല്ലേ? അപ്പോൾ എന്തായാലും ഹിറ്റ് ആവാനായിട്ടുള്ളതാണ് പ്രേക്ഷകർ ഓൾറെഡി പ്രതീക്ഷിക്കുന്നുണ്ട്. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ. അങ്ങനെ ഒരു അവകാശവാദമൊന്നുമില്ല. ഇത് ഒരു പറഞ്ഞില്ല, ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ സിനിമയല്ല. നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് ഈ സിനിമ കാണരുത്. എനിക്ക് നാദൃശ്യയുടെ ഒരു എക്സ്പെരിമെന്റൽ ഫിലിം കൂടിയാണെന്ന് തോന്നുന്നു. എക്സ്പെരിമെന്റലും അല്ല, ഈശോ എന്ന് പറയുന്ന പടമൊക്കെ അങ്ങനെ. കാരണം കോവിഡ് സമയത്ത് നമ്മളങ്ങനെ ഉള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ ഒരു ത്രില്ലർ ജോണറിലുള്ള സിനിമ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് നമ്മൾക്കും കൂടി ഒരു കോൺഫിഡൻസ്. അതായത് നമ്മൾ സിനിമകൾ സ്റ്റാമ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് മോചനം കിട്ടും വലിയ പണിയാണ്. എനിക്ക് സിനിമയിൽ ടൈപ്പ് കാസ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഡയറക്ടേഴ്സിന് ഇത് ഒരു ജോണർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ. അതെ, കാരണം എല്ലാവരും അമർ അക്ബർ അന്തോണി അല്ലെങ്കിൽ കട്ടപ്പന പോലെ ആയാലും ഏത് സിനിമ കഴിയുമ്പോഴും ഞാൻ അനുഭവിച്ചെന്നറിയോ, ഇത് അമർ അക്ബർ അന്തോണി പോലെയും കട്ടപ്പനയിലെ ഋതുഘോഷം പോലെ ആയില്ല എന്ന്. പക്ഷെ അത് ആ രണ്ട് സിനിമ റൈറ്റേഴ്സ് ഒന്നായിരുന്നു. ഞങ്ങൾ
ചെയ്ത നല്ല സിനിമകളിൽ ശരിക്കും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നല്ല അന്ന് ഭയങ്കര ഹിറ്റായിട്ടുള്ള സിനിമകളായിരുന്നു. അതിനുശേഷം നമുക്കെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആ റൈറ്റേഴ്സിനെയും ഇവരും മറ്റിട്ട് മാത്രം ഒരു ടീമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അവരവരുടേതായ ജോലിയും കാര്യങ്ങൾ, ഞാൻ എൻ്റേതായ പരീക്ഷണങ്ങളും കാര്യങ്ങൾ, അവരുടെ പരീക്ഷണങ്ങൾ, അവർ വേറെ സിനിമകൾ ചെയ്തു, അവർ ഡയറക്റ്റ് ചെയ്തു, അവർ വേറെ സിനിമകൾക്ക് സ്ക്രിപ്റ്റ് ചെയ്തു. അപ്പോൾ ഞാനതുപോലെ തന്നെ അങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നമ്മൾ പണ്ട് മിമിക്രിക്ക് സ്റ്റേജ് ഷോ ചെയ്ത് വരുന്ന പോലെ ഒരു ടെമ്പോ ട്രാവലർ കയറിയിട്ട് ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് എല്ലാവരും കൂടി പോകുന്ന പോലെ നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ മാറി മാറി സിനിമകൾ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സിനിമകളിൽ ക്യാമറമാൻ എല്ലാ സിനിമകളിലും ഇപ്പോൾ ഇതുവരെ ചെയ്ത ഇത് 6ാമത്തെ പടമാണ്. അതിനിടയിൽ ഒരു തമിഴ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 6ാമത്തെ പടം. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ തമിഴ് ഉൾപ്പെടെയാണെങ്കിൽ 7 ക്യാമറമാന്മാരാണ്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷ്വലി നമുക്ക് കിട്ടുന്നൊരു എന്താ പറയുക, നമ്മൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ജോണറിലുള്ള സിനിമകളും അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് കാര്യം നമുക്കും പഠിക്കാം. ഞാൻ വലിയ ഡയറക്ടറൊന്നുമല്ല, നമ്മൾ സാധാരണ തുടങ്ങി അങ്ങനെ ബേസിക്കായിട്ട് നമ്മൾ പഠിച്ച് ഒരു സംവിധായകൻ്റെ കീഴിൽ നിന്നിട്ട് സിനിമ പഠിച്ചു വന്ന് അങ്ങനെ പാടൊന്നുമില്ല. നമ്മൾ വീഡിയോ കാസറ്റിൽ മാവേലി കൊമ്പത്തൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ശീലം വെച്ചിട്ട് സിനിമ സംവിധാനം ചെയ്യാൻ ഇറങ്ങിയാണ്. അപ്പോൾ പല റൈറ്റേഴ്സിൻ്റെ കൂടെ, പല ക്യാമറമാന്മാരുടെ കൂടെ, പല ആർട്ടിസ്റ്റുകളുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന. ഇപ്പോൾ നോർമലി ഇപ്പൊ മിമിക്രി കാലം തൊട്ടേ അതൊരു ചെറിയൊരു എക്സ്പീരിയൻസ് അല്ല. എല്ലാ സ്റ്റേജുകളും കയറി ഇത്രയും പേരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വലിയ അതൊരു എന്താ പറയാ, നമ്മുടെ എന്താ പറയാ, ഒരാളുടെ അടുത്ത് നിന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ സ്വയം നമ്മുടെ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നതിനുള്ള പാഠമുണ്ടോ, എങ്ങനെ ചെയ്യണം. ഇപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഇന്ന് ആദർശ് എന്ന വ്യക്തി എന്താണ് ഫീൽ ചെയ്യുന്നത്? അതായത് ഇപ്പോൾ ഒരാൾക്ക് പോപ്പുലർ ആണെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂർ മതി ഇപ്പോഴത്തെ കാലത്ത്. അതിനുള്ള സോഷ്യൽ മീഡിയ നമ്മുടെ, അതായത് എന്തെങ്കിലും ഒരു വൈറൽ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആൾ, ഇപ്പോൾ ഞങ്ങൾ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആദ്യം റേഡിയോയിലൂടെ ശബ്ദം കേൾക്കാൻ കൊതിച്ചു. അത് കഴിഞ്ഞിട്ട് ടി വിയിൽ തല കാണിക്കാൻ നോക്കി. ഈ ടി വിയിൽ കാണിച്ചതിന് ശേഷം പിന്നെ വീഡിയോ കാസറ്റുകളിൽ അഭിനയിച്ചു. ഈ വീഡിയോ കാസറ്റുകൾ ഗൾഫിലുള്ള നമ്മളുടെ പ്രവാസി സുഹൃത്തുക്കൾ അവർ കണ്ടിട്ട് അവർക്ക് ആസ്വദിക്കാനായിട്ട് വേറെ പരിപാടിയൊന്നും ഇല്ലാത്ത കാരണം വീഡിയോ കാസറ്റുകൾ കണ്ട് ചിരിപ്പിക്കുന്ന വീഡിയോ കാസറ്റുകൾ, ഞങ്ങളുടെ കോമഡി വീഡിയോ കാസറ്റുകൾ, ആ കോമഡി വീഡിയോ കാസറ്റുകളിൽ കണ്ട് അവരുടെ കുടുംബത്തിലെ അംഗങ്ങളായിട്ട് തന്നെ അവർക്ക് മനസ്സുകൊണ്ട് തോന്നിയിട്ട് നമ്മളെ അങ്ങോട്ട് ഗൾഫിലേക്ക് ക്ഷണിക്കാൻ, അവിടെ ഷോ ചെയ്യാനായിട്ടുള്ള ഭാഗ്യം, നമ്മൾ തിരിച്ചറിയപ്പെടാൻ തുടങ്ങി. നമ്മൾ ഓഡിയോ കാസറ്റുകളുടെ ശബ്ദം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആദർശമാണ്, അത് അഭിയാണ്, അത് ദിലീപാണെന്ന് പറഞ്ഞ് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഒരു വളർച്ചയാണ്. അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാധനം എടുത്ത് ചെയ്തിട്ട് പെട്ടെന്ന് കയറി വൈറലായ ആൾക്കാരല്ല. അപ്പോൾ അതിനൊരു ഗുണം എനിക്ക് ദൈവം തന്നൊരു ഭാഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ തലമുറ, അതായത് ഒരു നമ്മൾക്ക് 15 വയസ്സ് അല്ലെങ്കിൽ ഞാനൊക്കെ എൻ്റെ 10ാമത്തെ വയസ്സിൽ സ്റ്റേജിൽ കയറിയാണ്. സ്റ്റേജിലല്ല, പ്രൊഫഷണലായത്. സ്റ്റേജിൽ ആദ്യമായിട്ട് കയറുന്നത് 4ാമത്തെ വയസ്സിലാണ്, നഴ്സറിയിൽ. അപ്പോൾ 10 വയസ്സായപ്പോൾ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ പ്രൊഫഷണൽ ട്രൂപ്പിൽ സിംഗറാണ്, കുനമാവ് സാക്സ് ഓർക്കസ്ട്രയിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ സ്റ്റേജിലായിട്ടുള്ള പരിചയം ആൾക്കാർ അന്ന് തൊട്ട് കേൾക്കാൻ തുടങ്ങിയ ആൾക്കാർ, അവർക്കും നമ്മളറിയാം. ഇപ്പോൾ ഈ ടി വി ഷോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ പേരിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് കാണുമ്പോഴും ഈ അങ്കിളിന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി, അങ്കിള് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് പേരൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, അവിടെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ സിനിമയിൽ അഭിനയിക്കില്ല. ഞാൻ അങ്ങനെ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും സിനിമയുടെ ക്യാമറയുടെ ബാക്കിലാണെങ്കിലും അവർക്ക് തിരിച്ചറിയപ്പെടുന്നുണ്ട്. അത് കിട്ടിയ വലിയ ഭാഗ്യമാണ്. തീർച്ചയായും. ഇപ്പം എല്ലാ സിനിമകളും നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പറഞ്ഞ പല സിനിമകളും ഇപ്പൊ ഇതിന്റെ ക്യാരക്ടർ റോളാണ്, ഇതേപോലെ ഇതൊക്കെ ഉണ്ട്, ഒരുപാട് പ്രതീക്ഷ നമ്മൾ ചെയ്യുമ്പോൾ അവസാനം വരുമ്പോൾ വലിയ ഔട്ടായിട്ട് നമുക്ക് ഇത്ര സൈഡ് റോളായി പോവാം. അപ്പം ഓരോ കഥാപാത്രം ചൂസ് ചെയ്യുമ്പോൾ ഓരോ കഥ ചൂസ് ചെയ്യുമ്പോഴേ എത്രത്തോളം കെയർഫുൾ ആവാറുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന പടങ്ങളുടെ എണ്ണം കൂട്ടണം എന്ന് വെച്ചാൽ ചെയ്യുന്ന ഒരാളല്ല. മാക്സിമം എനിക്ക് വരുന്ന മൂവീസ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട്, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു രീതിയിലുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ല. പല കാര്യങ്ങളും നോക്കിയിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഡിപ്പെൻസ്, പല രീതിക്കാണ് ഓരോ മൂവീസ് എടുക്കുന്നതും.
കോൾസ് വരുന്നതും എല്ലാം. അപ്പം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നോക്കുക, എൻക്വയറി ചെയ്യും, നല്ല സെറ്റല്ലേ എന്നാർക്കും. ഇപ്പം ടീം ഡയറക്ടർ ആരാ, പ്രൊഡക്ഷൻ സൈഡ് ഏതാ, ആർട്ടിസ്റ്റ് ഏതാ, സ്ക്രിപ്റ്റ് ഏതാ, എന്താണെന്നൊക്കെ അറിയുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. ഓക്കെ, ഇപ്പോൾ നാദർഷിക്കാണെങ്കിലും നല്ലപോലെ എക്സ്പീരിയൻസ്ഡ് ആണ്, അവരുടെ പ്രീവിയസ് ഫിലിംസ് നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അങ്ങനെ ഒരു കോൾ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഓഫ് കോഴ്സ് ക്യാരക്ടറും കൂടെ കേൾക്കുമ്പോൾ ഓക്കെ, ഇത് ഇപ്പോൾ പറഞ്ഞ പോലെ കേട്ടേക്കാളും സ്ക്രീനിൽ ചെയ്തു എന്ന് കണ്ടപ്പോൾ ഒരു സമാധാനമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ചൂസ് ചെയ്യുന്നതാണ്. അല്ലാതെ എല്ലാവരും എല്ലാം ചെയ്യണമെന്നും ആഗ്രഹമില്ല. എന്നാ ഇറ്റ് ഡിപ്പെൻഡ്സ്. ചെയ്യുക എന്നുള്ളതല്ലല്ലോ, ചെയ്യുന്ന കഥാപാത്രങ്ങൾ ആളുകളുടെ മനസ്സിൽ നിൽക്കാൻ. അതെ, പിന്നെ അത് പലതും ഈ പറഞ്ഞ പോലെ ഷോട്ട് ഡൗൺ ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഒരു മൂവിയിൽ കുഞ്ചാക്കോ ബോബനാണ് ഹീറോ എന്ന് പറഞ്ഞിട്ട് ഷൂട്ടിന്റെ തലേ ദിവസം മാറി ഞങ്ങൾ ഷോക്കായി നിന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അന്നൊന്നും എനിക്കറിയില്ല അപ്പോ അത് ഉള്ളതാണോന്നും എനിക്കറിയില്ല. ബട്ട് ഒരാൾക്ക് ആ മൂവി എന്തെങ്കിലും കാരണം കൊണ്ട് മാറാം എന്നുള്ളൊരു ഓപ്ഷൻ പിന്നെ പതുക്കെ പതുക്കെ ഗ്രാജുവലി സിനിമയിൽ നിന്ന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കണ്ട് മനസ്സിലാക്കി വന്ന ഒരാളാണ്. അപ്പൊ അന്നത്തെ ആ ഒരു ദിവസം ഞാനിങ്ങനെ നിൽക്കുമ്പോൾ അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യാം, ഞാൻ അവരുടെ അടുത്ത് ആ മൂവി ചെയ്യാമെന്ന് പറഞ്ഞാലേ ഇനിയിപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ ഒഴിവാക്കാൻ പറ്റുമോ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ, ഇതൊന്നും അറിയില്ല. നമ്മളാകെ ഒരു പെട്ട അവസ്ഥയായിരുന്നു. അപ്പോൾ ഓരോ മൂവിയും അല്ലെങ്കിൽ ഓരോ ആളെ കാണുന്നതും എന്തായാലും നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ പഠിച്ചു വരുന്നു അങ്ങനെ. നോർമലി ഈ സിനിമയിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ചില കുറച്ച് നമ്മള് കഥ കേട്ട് ക്യാരക്ടറായിട്ട് മനസ്സിലാക്കി വരുന്നുണ്ട്. ചിലത് ക്രൂ നോക്കി ഇവരുടെ കൂടെ ഇന്ന് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിച്ച സിനിമ കൊതിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മുടെ നാദർഷിക്കായാലും റാഫിക്കായാലും ഇപ്പൊ ഒരുപാട് ലെജൻസ് ലെവലിൽ നമ്മൾ കാണുന്ന ആളുകളാണ്. ഒരുപാട് ഹ്യൂമറിലൂടെ ആയാലും നമ്മൾ ഇന്ന് ഓർക്കുന്ന സിനിമകളുണ്ട് ഇവരുടെയൊക്കെ. അമിത പ്രതീക്ഷ കൊടുക്കലല്ലേ അല്ല ശരി, ഞാനൊക്കെ ടിവിയില് സ്കൂളിൽ പഠിക്കുന്ന ചേട്ടൻ കോമഡി മിമിക്രി ടി വി കണ്ടിട്ടുണ്ട്, സ്റ്റേജ് പ്രോഗ്രാം. അപ്പൊ അന്ന് കണ്ടിട്ട് ഇന്ന് എനിക്ക് ഫേസ് ടു ഫേസ് ഒന്ന് സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിൽ അതെന്റെ ഭാഗ്യം ഞാൻ കരുതുള്ളൂ. കാരണം അല്ല നമ്മളുടെ ഭാഗ്യമല്ലേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് ഇപ്പം നമ്മളുടെ കാസറ്റും കാര്യങ്ങളും കണ്ടു കാണുന്ന വളർന്ന പിള്ളേർ നമ്മളുടെ മുമ്പിൽ ഇരുന്നിട്ട് നമ്മളെ ഇന്റർവ്യൂ ചെയ്യാന്ന് പറയുന്നത് നമ്മളുടെ ഭാഗ്യമാണ്. നമ്മളപ്പോൾ അപ്പോഴും നമ്മൾ ഫീൽഡിൽ ഉണ്ടെന്ന് പറയുന്നത് ഭാഗ്യമല്ലേ. അതും ഞങ്ങളുടെയും കൂടി ഭാഗ്യമാണ്. അതല്ലാണ്ട് നിങ്ങളുടെ ഭാഗ്യം മാത്രമല്ല. നമുക്കും അതുപോലെ ആ ലൈം ലൈറ്റിൽ നമ്മളെപ്പോഴും ഉണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യം തന്നെയാണ്. അങ്ങനത്തെ ഒരു ഭാഗ്യം ഇനിയും കിട്ടും, കിട്ടട്ടെ എന്നല്ല, കിട്ടും ഉറപ്പാണ്. അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്നതല്ല. അപ്പോൾ ഇത്ര ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരുപാട് സിനിമകൾ ചെയ്ത് ഇന്നും മലയാളികൾ ഓർക്കുമ്പോൾ ഇത് റാഫിക്കയുടെ പടത്തിന്റെ അല്ലേ, ഇത് നാദർഷിക്കയുടെ അല്ലേ എന്ന് പറയുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അപ്പൊ അവരോട് വർക്ക് ചെയ്യുമ്പോൾ ഒരു പഠിച്ച ലെസൺ എന്തായിരിക്കും രണ്ട് ലെജൻസിന്റെ കൂടെ? പഠിച്ച ലെസൺസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പൊ നാദർഷിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാം കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് മാനേജ് ചെയ്യാണ്. ഇപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിന്റെ ആണ് അത്. പലർക്കും ഇപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇന്ന് കിട്ടിയ ഒരു ഇതല്ല അവർക്ക്. ചെറുപ്പം മുതലേ എല്ലാം ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ പഠിച്ച് അല്ലെങ്കിൽ കണ്ടറിഞ്ഞ് ചെയ്തു വന്ന ആൾക്കാരാണ്. അപ്പൊ അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി ഉണ്ട്. എനിക്കത് എടുത്തു പറയാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. പക്ഷെ നമ്മളെ നാച്ചുറലി സെറ്റിലുള്ളപ്പോൾ അവർ ചെയ്യുന്ന ഓരോ കാര്യവും മൈന്യൂട്ട് ആയിട്ടുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ആ വേ ഓഫ് എടുക്കുന്നതായിരിക്കാം, നമ്മുടെ അടുത്ത് പറയുന്ന രീതിയായിരിക്കാം. പലരും പല രീതിയിലായിരിക്കും പറഞ്ഞുതരാം. ചിലർ പറയുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തലയിൽ കയറും, പിന്നെ നെക്സ്റ്റ് ടൈം പറഞ്ഞു തരുന്ന വരില്ല. ചിലര് എന്താ പറയാ, മേ ബി ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ വന്നെന്ന് പറയുമ്പോഴായിരിക്കും നമുക്ക് ഡിഫറെന്റ് രീതിയിൽ പറയുമ്പോൾ അതനുസരിച്ച് മനസ്സിലാവും. അപ്പോൾ ഇക്കയുടെ കാര്യം തോന്നുന്നു എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു ഈ ഒരു ഫേസില് അഭിനയിച്ച് കാണിച്ചു കൊടുക്കാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ അഭിനയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നും എനിക്കെന്നറിയാം. ഞാൻ പറയും മാറ്റർ ഇതാണെന്ന് മാത്രം പറഞ്ഞു കൊടുത്തിട്ട് പോകും. എന്നിട്ട് അഭിനയിച്ച് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം എക്സ്പ്രഷൻ കുഴപ്പമാണെന്നുള്ളത്. അല്ല, പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഞാൻ എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് എവിടെയാണോ കുറവ് അല്ലെങ്കിൽ ഇന്ന് അത് അടിപൊളിയുണ്ട് എന്ന് പറയാനുള്ളൊരു മൈൻഡുള്ള ആൾക്കാരെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കും ഓക്കെ നൈസ്, നമുക്ക് നാച്ചുറലി ഒരു എന്താ പറയാ കോൺഫിഡൻസ് വരും. അതേപോലെ തന്നെ റാഫി സാറിന്റെ ഒക്കെ അയ്യോ ഈ അപ്പൊ അതും ഒരു പ്ലസ് ആയിട്ട് എനിക്ക് തോന്നുകയാണ്. സാറിന്റെ ഒക്കെ മൂവീസ് കണ്ടിട്ട് ഒരുപാട് എത്ര കണ്ടാലും ഇപ്പോഴും മതിയാവില്ല ആളുടെ തെങ്കാശിപ്പട്ടണവും അതൊക്കെ ഷോ. അപ്പോ ഭാഗ്യം
so grateful. സാർ എങ്ങനെയാണ് ഇതുപോലത്തെ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചോദിക്കാന്ന് പറയാ? ആ സമയത്തൊക്കെ ഇപ്പോഴും ഞാൻ ഇൻസ്പയർ ചെയ്യുന്ന ആളുകൾ കാണുമ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തതെന്നൊക്കെ ചോദിക്കാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ആ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ചോദിച്ചിട്ടില്ല ഞാൻ. സാറ് ഈ പറഞ്ഞ പോലെ പഴയ കാര്യങ്ങള് ഇവരുടെ കൂടെ എടുത്തിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കാം. അന്ന് ഇങ്ങനെയാണ് നടന്നത്, അല്ലെങ്കിൽ തലേന്ന് നടന്ന തന്നെ ഭയങ്കര രസകരമായിട്ടാ പറയാ. ചില നേരത്തെ വിചാരിക്കും ഇതിപ്പോ സീരിയസ് ആയിട്ടാണോ കോമഡി ആണോ പറയണ, കാരണം അത്രയും മനസ്സിലാവാത്ത രീതിയിൽ പറയാം. പിടിക്കണം നമ്മള്, ഓക്കെ ഓക്കെ എന്നുള്ള രീതിയിൽ രസമായിരുന്നു. ഇതിനകത്ത് ഷൈൻഡോം ഉണ്ട്, അർജുന ഷൈൻ നോൺ ഫേസസും ഉണ്ട്, പുതിയ 2 മുഖങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഒരു ന്യൂ ഫേസിനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പടം, നോൺ ഫേസസും ഉണ്ടല്ലോ, അപ്പം എന്തുകൊണ്ടാണ് ന്യൂ ഫേസസിനെ വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഇങ്ങനെ ഒരു പടം ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് തോന്നാണ്ട് കാരണം എന്താണ്? അങ്ങനെ മനഃപൂർവ്വമൊന്നും സംഭവിച്ചതല്ല, അത് യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്. കാരണം നമ്മൾ ഒരു പുതിയ ആളെ കൊണ്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റേ അമർ അക്ബറിൽ പറഞ്ഞ പോലെ അത് എൻ്റെ കോൺഫിഡൻസ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നല്ല. സാഹചര്യങ്ങൾ ഒത്തുവന്നപ്പോൾ അതിനകത്ത് മുബിൻ റാഫി ആണ് ആപ്റ്റ് എന്നുള്ളതും പിന്നെ അദ്ദേഹത്തെ വെച്ചിട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ ഒരു പ്രൊഡ്യൂസർ തയ്യാറാകുക എന്ന് പറയുന്നതും പിന്നെ വേറെ ധൈര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാഫിക്കയുടെ മകനെ വെച്ചിട്ട് റാഫിക്കാനാണ് സ്ക്രിപ്റ്റ്. അപ്പോൾ എനിക്ക് വേറൊരു കുരുട്ട് ബുദ്ധി കൂടി ഉണ്ടായിരുന്നു, കാരണം മോനെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും മോശം സ്ക്രിപ്റ്റ് തരുമല്ലോ എന്നുള്ള അപ്പോൾ മാക്സിമം നല്ല സ്ക്രിപ്റ്റ് എഴുതി തരുമല്ലോ എന്നുള്ളൊരു അത്യാഗ്രഹം കൂടി ഉണ്ട്. അപ്പോൾ അതുണ്ടായിരുന്നു എൻ്റെ പിന്നിൽ. പിന്നെ അർജുൻ, ഷൈൻ ടോം ചാക്കോ, ദേവിക സഞ്ജയ്, ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പോൾ ജോണി ആൻ്റണി ഉണ്ട്, ജാഫർ ഇടുക്കി, പിന്നെ എൻ്റെ അനിയൻ സമ്മദ്, എന്നൊക്കെ നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് അനിയനതിൻ്റെ പേരിൽ ചെയ്യിപ്പിച്ചതല്ല കേട്ടോ, കുഴപ്പമില്ലാണ്ട് ചെയ്തു. അങ്ങനെയല്ല, ഡിമാൻഡുള്ള ആളെ നോക്കിയിട്ട് കിട്ടിയില്ല, അപ്പോൾ അപ്പോൾ പിന്നെ അനിയനെ വെച്ചിട്ട് അഭിനയിപ്പിച്ചല്ലേ, അപ്പം കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ട് കൊള്ളൂല്ലെങ്കിൽ മാറ്റി തന്നെ, കുഴപ്പമില്ല. നോർമലി ഒരു ഹ്യൂമർ പടം എനിക്ക് എല്ലാ ജോണസിലും ഹ്യൂമറാണ് ഇച്ചിരി ടഫായിട്ടൊരു ജോണം എന്ന് പറയുന്നത്. കാരണം എപ്പോഴും കണക്ട് ചെയ്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ കമ്പാരിസൺ വരാറുണ്ട്. ത്രില്ലർ എന്ന് പറയുമ്പോൾ ഓരോ 10 മിനിറ്റിലും പ്രേക്ഷകരെ പിടിച്ചിട്ട് നല്ലൊരു ട്വിസ്റ്റ് എലമെന്റ് കൊടുക്കുമ്പോഴായിരിക്കും കൂടുതൽ കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത്. നമ്മുടെ ഈ സിനിമ ഹ്യൂമറും ഉണ്ട്, അത് അത്യാവശ്യം ത്രില്ലർ എലമെന്റ്സ് ഉള്ള ഒരു ചിത്രമാണ്. ഇത് കണ്ടിരിക്കുമ്പോൾ ശരിക്കും ഞാനൊരു പ്രേക്ഷകൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് പറയട്ടെ, ഒരു ഡയറക്ടറുടെ കാര്യം നിന്നിട്ട് പറയല്ല. കണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയല്ല. ഇപ്പോൾ ഈശോ എന്ന് പറയുന്ന സിനിമ ഞാൻ ത്രില്ലർ ജോണറിൽ ചെയ്താണെങ്കിലും അത് കുറേ ആൾക്കാർക്കെങ്കിലും അതിൻ്റെ ഫസ്റ്റ് സീനിൽ തന്നെ ഞങ്ങൾ പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് സീനിൽ തന്നെ ചില ആൾക്കാർ പറഞ്ഞിരുന്നു, ആദ്യത്തെ ഒരൊറ്റ സീൻ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കിൻ്റെ കഥ മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്കൊരു പുതിയ പാഠമാണ്. നമ്മൾ ആ സമയത്ത് ആലോചിച്ചു, പക്ഷെ നമ്മൾ വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചു. അതിനുള്ള മാർഗ്ഗങ്ങളൊക്കെ പലതും നോക്കിയെങ്കിലും ഒരുപാട് എല്ലാം ബുദ്ധിയുള്ള പിള്ളേരല്ലേ ഇപ്പോൾ പുതിയത്. അപ്പോൾ അവർക്ക് മനസ്സിലായി എന്ന് പറയുന്നത് അതൊക്കെ പാഠമുള്ളതിൻ്റെ പേരിൽ ഇതങ്ങനെ പ്രെഡിക്റ്റബിൾ അല്ല. ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അയ്യോ പ്രെഡിക്റ്റ് ചെയ്ത സാധനമല്ല സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ കഥാപരമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് കഴിയുമ്പോൾ അടുത്തയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കണ്ടൻസ് പോകുമ്പോൾ നമുക്ക് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുമ്പോൾ, ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ വരുമ്പോൾ സാധാരണ നമ്മൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചപ്പോൾ, സിനിമയായിട്ട് വർക്ക് ചെയ്യാത്ത ഫ്രണ്ട്സിനെ കാണിച്ചപ്പോൾ ഇൻ്റർവ്യൂവിലൊക്കെ ആയപ്പോൾ പറഞ്ഞു, ഇത് ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞിട്ട് എന്തായിരിക്കും സംഭവിക്കണമെന്ന് അറിയാനായിട്ടൊരു ആകാംക്ഷ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ അത്രയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ആ ആകാംക്ഷയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഭയങ്കര എന്താ പറയുക, ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ മേളിലായിരിക്കും ഈ സിനിമ എന്നൊന്നും അവകാശവാദങ്ങളില്ല. ഇതൊരു കണ്ടിരിക്കുമ്പോൾ ബോറടിക്കാതെ കാണുക എന്ന് പറയുന്ന, പിന്നെ ആര് പറഞ്ഞ പോലെ ഇതിനകത്ത് വമ്പൻ താരനിര കാര്യങ്ങളൊന്നുമല്ല. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പിള്ളേരൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അത് സക്സസ് ആകാതെ വന്നാലുള്ളൊരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡ്യൂസറും പുതിയ ഇനിയുള്ള ജനറേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ പുതിയൊരാളെ വെച്ചിട്ട് പരീക്ഷണം നടത്താനോ ഒരു സംവിധായകൻ, ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും മറ്റേ കട്ടപ്പന ഹിറ്റായ കാരണമാണ് ഇതിനെനിക്ക് ധൈര്യം വന്നത്. അല്ലെങ്കിൽ നമ്മളെന്ത് വിചാരിക്കണം, അയ്യോ ഇല്ലട്ടോ ഇനി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സേഫ് സോൺ നോക്കിയിട്ട് നമ്മൾ മാറേണ്ടി വരും. മലയാള സിനിമ അങ്ങനെ
കുറെ പേര് ഫേസ് ചെയ്യുന്നുണ്ട്. കുറെ ഇതുപോലെ പുതുമുഖങ്ങൾ പലതും വന്നിട്ട് പിന്നീട് അവരാരും കണ്ടിട്ടില്ല. അതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് അതിന് കാരണക്കാരായിട്ട്, അതായത് ഇപ്പോൾ പറയുന്നുണ്ടല്ലോ സിനിമയിൽ വരുന്ന അല്ലെങ്കിൽ വരുന്ന പുതിയ പിള്ളേർ വരുന്ന എന്തോരം പേര് പുതിയ ആൾക്കാർ പുറത്ത് ചാൻസ് ഉണ്ട്, അവരാരും നിങ്ങളാരെയും പ്രോത്സാഹിപ്പിക്കണമെന്ന്. ഇവരൊക്കെ വെച്ചിട്ട് നമ്മൾ സിനിമ എടുത്തു കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കമൻസ് എഴുതി ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ആൾക്കാർക്ക് പറ്റുള്ളൂ. അവർ തിയേറ്ററിലേക്കൊന്നും കാണുമല്ലോ. അവന്മാർ ആദ്യം പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് OTT-യിൽ വരുമല്ലോ, എന്നാൽ ഞങ്ങൾ കണ്ടോളാം. എന്നിട്ട് ഈ OTT-യിൽ കണ്ടിട്ടാണ് ഈ കുത്തിയിരുന്നത്. അല്ലാണ്ട് തിയേറ്ററിലേക്ക് വന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ ഒരു 10 സിനിമ വിജയിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും, കാരണം സിനിമ ട്രെൻഡിൻ്റെ പുറകെയാണ്. സിനിമ ഒരു 4-5 സിനിമ കണ്ടിന്യൂസ് അങ്ങനത്തെ സിനിമകൾ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ധൈര്യം വരും. എല്ലാവർക്കും ധൈര്യം വരും, കോൺഫിഡൻസ് വരില്ല, ഇൻഡസ്ട്രിക്ക് മൊത്തം കോൺഫിഡൻസ് വരും. അപ്പോൾ പുതിയ ആൾക്കാർ വരും, പുതിയ ടെക്നീഷ്യൻസ് വരും, പുതിയ ആർട്ടിസ്റ്റുകൾ വരും, പുതിയ അങ്ങനെ. അതൊന്നും ഇല്ലാണ്ട് അങ്ങനെ നടത്തുന്ന സിനിമകൾ അത് ഫെയിലറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് മുടക്ക് മുതൽ തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സിനിമകൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ അടുത്ത കാലത്ത് കുറേ നല്ല സിനിമകൾ തന്നെ ഞാൻ അവരുടെ ടെക്നീഷ്യൻസിനും ഡയറക്ടേഴ്സിനൊക്കെ ഞാൻ വിളിക്കാറുണ്ട്. ഞാൻ നല്ല സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒന്നാമത്തെ എല്ലാ സിനിമയും കാണാൻ പോകും തിയേറ്ററിൽ പോയിരുന്ന് കാണുന്ന ആളാണ്. അപ്പോൾ തിയേറ്ററിൽ കണ്ടതിന് ശേഷം ഞാൻ അതിൻ്റെ ഡയറക്ടേഴ്സിനെ, എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ടെക്നീഷ്യൻസിനും ഡയറക്ടേഴ്സിനൊക്കെ ഞാൻ നേരിട്ട് വിളിക്കും. നമ്പറില്ലെങ്കിൽ തപ്പി പിടിച്ച് വിളിക്കുമ്പോൾ എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ കാര്യം. അപ്പോൾ അവർ പറയുന്ന സങ്കടം, ചേട്ടാ സംഭവമൊക്കെയാണ്, പക്ഷേ തിയേറ്ററിലൊക്കെ ആളില്ല ചേട്ടാ, തിയേറ്ററിലൊക്കെ ആൾ വരുന്നില്ല. ഞാൻ പറഞ്ഞു നല്ല സിനിമ, നല്ല രസമുണ്ട്. എന്നിട്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത് OTT-യിൽ വരൂലേ, OTT-ൽ ഈ സിനിമ തിയേറ്ററിൽ ഓടിയില്ലെങ്കിൽ ഇപ്പോൾ OTT-കാർ എടുക്കണില്ല. OTT-യിൽ വന്നതിന് ശേഷം ഭയങ്കര സിനിമയായിരുന്നു ഇത്. എന്തുകൊണ്ട് നമ്മളുടെ ആളുകൾ ഇവനൊന്നും കണ്ടിട്ടുണ്ടാവില്ല, ഇവനൊക്കെ കണ്ടായിരുന്നെങ്കിൽ നേരത്തെ ഇതിനെ കുത്തി എഴുതി മറിക്കാനായിട്ട് യാതൊരു മടിയില്ല. അപ്പോൾ ബുദ്ധിജീവിയാവും. അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ ഓടണമായിരുന്നു, എന്തുകൊണ്ട് ഇതിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചില്ല എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ കണ്ടേക്കണ മൊബൈലിലായിരിക്കുള്ളൂ കണ്ടിട്ട്. അപ്പോൾ ആ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് അത് തന്നെയാണ്. കാരണം തിയേറ്ററിൽ കാണേണ്ട സിനിമ നമ്മൾ മൊബൈലിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൾ വരുമ്പോൾ അതിൻ്റെ ഫ്ലോ പോയി, അത് കട്ട് ചെയ്തിട്ട് നമ്മൾ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് സംസാരിച്ചിട്ട് വീണ്ടും ഇതിലേക്ക് തിരിച്ചു വരുമ്പോഴേക്കും അതുവരെ കണ്ട സാധനം പോയി, പിന്നെ അതിൻ്റെ കണക്ഷൻ പോയി, എന്താണെന്ന് മനസ്സിലാവുകയില്ല. അതിനിടയിൽ 100 കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അങ്ങനെ കണ്ടിട്ടാണ് അവസാനം കുത്തിയിരുന്ന് എഴുതുന്നത്. എനിക്ക് ഈ സിനിമ ഒട്ടും വർക്കായില്ല. ഇത് തിയേറ്ററിൽ ഭയങ്കര ആരവമായിരുന്നു, ബഹളമായിരുന്നു. പക്ഷേ ഞാൻ കണ്ടിട്ട് ചീറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് അത് ഈ രണ്ടാമത് OTT-യിൽ വരുമ്പോൾ തിയേറ്ററിൽ ഭയങ്കര ആരവവും ബഹളവും ചിരിയും. ഇതിൽ എനിക്കൊരു ചിരിക്കാനും തോന്നിയില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ഈ മൊബൈലിൽ കണ്ടിട്ടാണ് ഈ എഴുതുന്നത്. കാരണം നമ്മളങ്ങനെ കണ്ട് നമുക്കങ്ങനെ ഫീൽ ചെയ്യുള്ളൂ. 10 പേര് ചിരിക്കുന്ന കണ്ടാലാണ് 11ാമത്തെ ആൾ ചിരിക്കുള്ളൂ. അത് പണ്ട് ഈ നമ്മൾ ഇംഗ്ലീഷ് വെബ് സീരീസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ ആൾക്കാർ അവർ പണ്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അവർ നമ്മൾ കണ്ടിട്ടുണ്ടാവും ആ ചാനൽസിലൊക്കെ ഈ കോമഡി സീരീസിൽ അതിൻ്റെ കൂടെ ചിരിയിടും. ചിരി വരേണ്ട സ്ഥലങ്ങളിൽ അവർ ഒരു ക്രൗഡിൻ്റെ ചിരി, മിസ്റ്റർ ബീനിലും ഇതിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ചിരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 10 പേര് ചിരിച്ചാലാണ് നമുക്കും ഓട്ടോമാറ്റിക്കായിട്ട് ചിരി വരുള്ളൂ. അത് തിയേറ്ററിൽ മാത്രമേ കിട്ടുള്ളൂ. അതല്ലാണ്ട് അത് മൊബൈലിലും TV-യുടെ നമ്മുടെ വീടിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ നമുക്ക് ആ കോമഡി സീൻ വരുമ്പോൾ അപ്പുറത്തുനിന്ന് വൈഫ് വിളിച്ച് പറയും, നിങ്ങൾ ആ മീൻ മേടിക്കാൻ പോകണല്ലേ, അവിടെ ആ മാർക്കറ്റിൽ സാധനം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടൊക്കെ നിൽക്കുന്നതിനിടയിലാണ് ഈ സാധനം വന്ന് ഇതിൻ്റെ മുമ്പിൽ നല്ലൊരു കോമഡി ചീഞ്ഞു പോണത്. TV-ലിരുന്ന് കണ്ടുകൊണ്ടിരിക്കണം. ആടെ ഞാൻ മേടിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് നോക്കി വയ്ക്കുമ്പോൾ ഇവിടെ സസ്പെൻസ് പോയി. പിന്നെ ആരാണ് കൊന്നത്, ആരാണ് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നതൊക്കെ പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇരുന്ന് എഴുതും. അതിനകത്ത് ഒരു തേങ്ങ ഉണ്ടായില്ല, ഒരു ട്വിസ്റ്റ് ഉണ്ടായില്ല, എനിക്കൊന്നും തോന്നിയില്ല. എപ്പോഴെങ്കിലും ദേഷ്യം സങ്കടം തോന്നിയിട്ടുണ്ടോ? കാരണം ഒരു 100-200 പേരുടെ അധ്വാനമായിരിക്കും ഒരു സിനിമ എന്ന് പറയുന്നത്. അതിലൊന്നും കാര്യമില്ല, നമ്മൾ അതിനൊന്നും ന്യായീകരിക്കണില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേരുടെ അധ്വാനമാണെങ്കിലും ഈ അതിനകത്ത് എഴുതുന്നല്ലോ, ഞങ്ങളുടെ 150 രൂപയൊക്കെ ഞങ്ങളുടെ അതിന് വില ഉണ്ടെന്ന് എഴുതുന്ന പിള്ളേരാണ്. പക്ഷെ എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ, അതായത് അർഹിക്കുന്ന കാര്യങ്ങൾ പറയും. ഇപ്പോൾ തിയേറ്ററിൽ പോയത് കണ്ടതിന് ശേഷം എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയാം. ഇപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സ് ഒരു 10 പേരും കൂടി വരുമ്പോൾ പടം കാണാൻ പോയാൽ ചിലപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി കൂടി പോകുന്ന സമയത്ത് എൻ്റെ മക്കളൊക്കെ ഇരുന്ന് ഭയങ്കര ചിരിയിരിക്കുമ്പോൾ നമുക്ക് ചില സമയത്ത് നമ്മൾ ഇവർ നോക്കും ചിരിക്കുക.
ഇവർ അയ്യോ ഭയങ്കര രസമായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് തോന്നുന്നു അത് നമ്മളുടെ കുഴപ്പം കൊണ്ടാണോ ഇത്, നമ്മളുടെ ജഡ്ജ്മെൻ്റൊക്കെ പോയോ? കാരണം പിള്ളേർ ഭയങ്കരമായിട്ട് ചിരിക്കും, ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ചിരി വരും. അവരൊരിക്കലും ഇതിന് ഇത്ര ചിരിക്കാൻ എന്താണെന്ന് നമ്മുടെ അടുത്ത് ചോദിക്കും. ഇപ്പോൾ പലർക്കും പല ജഡ്ജ്മെൻറ്റ്, പല തലമുറയ്ക്കും അല്ലെങ്കിൽ പല ആൾക്കാർക്കും. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് ഒരേ പ്രായത്തിലുള്ള ഞങ്ങളൊരു 5 ഫ്രണ്ട്സ് കൂടി ഒരുമിച്ച് അവിടെ പോയിരുന്നുണ്ടെങ്കിൽ പടം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് അതിൽ 2 പേര് എനിക്ക് ഓക്കെ ആയിട്ടാ എന്ന് പറയുന്ന സമയത്ത് മറ്റവർ എന്ത് എനിക്കത് എങ്ങനെ മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല അഭിപ്രായം ഉണ്ടാവും. അപ്പോൾ ഈ അഭിപ്രായമൊക്കെ കൂടി മൈക്കിൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് സുഹൃത്തുക്കളെ ഈ സിനിമ ആധികാരികമായിട്ട് ഇതായിരുന്നു, എന്താണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പൊതുവായിട്ടുള്ള മാലോകരുടെ അഭിപ്രായമാണ് ഇതെന്ന് പറഞ്ഞ് ഒരുത്തൻ പറയുമ്പോൾ ഒരഭിപ്രായം ഇല്ലാത്ത ആൾക്കാർ, അതായത് യാതൊരു ഉത്തരവാദിത്വമില്ല ഒന്നുമില്ലാണ്ട് വെറുതെ എന്തെങ്കിലും കാണിച്ച് ജീവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുറേ ആൾക്കാർ അത് പുള്ളി പറഞ്ഞു ഇനി അത് തന്നെ എനിക്ക് അത് സ്വന്തം അഭിപ്രായം വേണം ആദ്യം. 10 ചിരി എന്ന് പറയുമ്പോൾ 10 റിവ്യൂ വരുമ്പോൾ ഈ റിവ്യൂവിനെ വിശ്വസിക്കുന്ന പ്രശ്നം. റിവ്യൂസ് ഇട്ടോട്ടെ, എനിക്ക് എൻ്റെതായ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടില്ല. ഈ റിവ്യൂവിനെ വിശ്വസിക്കുന്ന അതേ റിവ്യൂ കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ട് നെഗറ്റീവ് റിവ്യൂസ് കണ്ടിട്ട് ഞാൻ പോയിട്ട് പടം കണ്ടിട്ട് അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയതും പോസിറ്റീവ് റിവ്യൂ കണ്ടിട്ട് ഞാൻ പോയി കാണുമ്പോൾ നമുക്ക് നെഗറ്റീവ് റിവ്യൂ ഫീൽ ചെയ്യുന്നതായിട്ടുള്ള സിനിമകളുണ്ട്. ഇപ്പം നമ്മളുടെ പടത്തിനും അങ്ങനെ ആകാം. പക്ഷെ അത് പൊതുവായിട്ട് ഈ സിനിമ ജനങ്ങൾ ദയവ് ചെയ്തിട്ട് ആരും പോയി കാണരുത് എന്നൊക്കെ ആധികാരികമായിട്ട് കയറി എന്ന് പറയുമ്പോൾ അതാണ് ക്രൈം. അതൊരു ഇൻഡസ്ട്രീനെ തകർക്കുന്നതിന് അത് ക്രൈം തന്നെയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ യാതൊരു കാര്യമൊന്നുമില്ല. നമ്മൾ കുറെ ഇന്റലിജന്റ് ആയിട്ട് കാര്യങ്ങൾ പോയല്ലേ? അല്ല, ഉള്ള കാര്യങ്ങളായിരുന്നു. നോർമലി നമ്മൾ ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഡ്രീം ഉണ്ടാവും. നമ്മൾ ആരെങ്കിലൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടായിരിക്കല്ലോ നമ്മൾ ഈ സിനിമ എന്ന് പറഞ്ഞൊരു വേൾഡിലേക്ക് ഫസ്റ്റ് കയറുന്നത്. ഇപ്പം എനിക്കൊരു സിനിമയിലാണ്, എനിക്കിന്ന നടിയെ പോലെ ആവണം, ഇന്ന പോലെ അഭിനയിക്കണം, റീൽസൊക്കെ കാണാറുണ്ട്. അപ്പം ഫസ്റ്റ് എപ്പോഴാണ് ഇതാണ് എന്റെ വഴി, ഇതാണ് എന്റെ റൂട്ടും തോന്നാൻ ഒരു സ്പാർക്ക് ഉണ്ടാകുന്നത്? സത്യം പറയുകയാണെങ്കിൽ ഞാൻ മൂവിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെ ഒരു ആഗ്രഹത്തിലല്ല, പടം ചെയ്യണം എന്ന്. പലർക്കും അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ബ്ലെസ്സിങ് കിട്ടി, അത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി. ഓൺ ദി ഗോയിൽ ഒരു എനിക്ക് തോന്നുന്നു നടൻ എന്ന് പറഞ്ഞ മൂവിയൊക്കെ ചെയ്യുന്ന സമയത്തായിരുന്നു. അന്ന് ജയറാമേട്ടൻ്റെ കൂടെ ഐ സ്റ്റിൽ റിമെമ്പർ ജയറാമേട്ടൻ്റെ അമ്മ മരിച്ച് അന്ന് രാത്രി എന്തോ ഷൂട്ടിംഗ് ആള് പൂർത്തിയാക്കിയിട്ട് പോയത് അവിടുന്ന്. അപ്പോൾ അതും എടുത്തുകൊണ്ട് നിന്ന് ഭയങ്കര ഒരു ഇമോഷണൽ സീക്വൻസ് ഒക്കെ ആയിരുന്നു. ഞാനും ഉണ്ടായിരുന്നു അതിൽ, അച്ഛനും മകളായിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിൽ ആ ഒരു ഇമോഷനിൽ അയ്യോ എനിക്ക് എങ്ങനെ പറയണം എന്നറിയില്ല, ഭയങ്കര ഞാൻ ജയറാമേട്ടനെ ഇങ്ങനെ നോക്കിക്കായിരുന്നു ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. അത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു സീനായിരുന്നു. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് സീൻ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ എനിക്ക് അന്ന് വരെ എന്ന് പറഞ്ഞാൽ എന്താ ഓഫർ വരുന്നു ചെയ്യുന്നു, ചെറുപ്പം മുതലേ വന്നിരുന്നു, പക്ഷെ എല്ലാം ഞാൻ നെഗ്ലക്റ്റ് ചെയ്തിരുന്ന ഒരാളാണ്. പിന്നെ ഒരു നെസസറി ടൈം ആയപ്പോൾ ഞാൻ തുടങ്ങി ചെയ്തു. മേ ബി അന്നായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല, എനിക്ക് ഐ വോണ്ട് ടു ഡു മോർ, നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിട്ടുന്ന ക്യാരക്ടേഴ്സ് ബെറ്ററായിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ചെയ്യണം എന്ന് ആഗ്രഹിച്ചത് ഒരുപക്ഷെ ആ ഒരു ഫിലിമിലായിരിക്കാം. അതെ. മാളവിക അറിയാലോ, ഒരു ഇനോഗ്രേഷൻ ക്യൂൻ എന്നാണ് സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്നത്. ആൾക്കാരും വളർന്നു അത് പറയാറുണ്ട്. അപ്പൊ നോർമലി പക്ഷെ എപ്പോഴും കമന്റ്സ് വരുമ്പോ എപ്പോഴും കേട്ടു, കാരണം ഞാൻ ഒരാളുടെ പേഴ്സണൽ ലൈഫാണ്, അയാൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്നുള്ളൂ. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നല്ല കമന്റ് തൊഴിലാളികൾ അങ്ങനെയാണ് ഇപ്പൊ വിളിക്കുന്നവരെ. ഒരു പണിയില്ലാതെ വെറുതെ ഇരുന്ന് കമന്റ് ചെയ്യുക, പേഴ്സണലായിട്ട് ഹേർട്ട് ചെയ്യുക, അവരുടെ ഫാമിലി, പേഴ്സണൽ വിട് ഫാമിലിയെ വരെ ഹേർട്ട് ചെയ്തിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത് ഇവർ സൊസൈറ്റിയുടെ കുഴപ്പമാണോ വ്യക്തിയുടെ കുഴപ്പമാണോ? വ്യക്തിയിൽ നിന്നാണല്ലോ ആദ്യം തുടങ്ങുന്നത്. ഇപ്പോൾ ആദ്യം ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കൊണ്ട് ഒരു ചേഞ്ച് വരുത്താൻ പറ്റില്ല ഒരു സൊസൈറ്റിയിൽ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മറ്റൊരാളെ കുറ്റം പറയുന്നതിന് മുമ്പ് അവനവൻ എങ്ങനെയാണ് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആദ്യം വേണമെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. എല്ലാവർക്കും ഇപ്പോൾ ജഡ്ജ്മെൻറ്റ് ചെയ്യാം, പക്ഷേ ഒരാളെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഈ പറയുന്ന ആൾക്കാർക്ക് ആർക്കും പേഴ്സണലി ചെന്ന് ഒരു കാര്യം ചെയ്തിട്ടില്ല, ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, അവരുടെ ഫാമിലിക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഞാൻ മാത്രമല്ല, ഈ അറ്റാക്സ് കിട്ടുന്ന എല്ലാവരും. ഇത് അറ്റാക്ക് എന്നുള്ള ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് തുടങ്ങിയെങ്കിലും ഇപ്പം അതൊരു അറ്റാക്ക് അല്ല, ഒരു ഗ്രൂപ്പ് ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു അനാവശ്യ കാര്യത്തിന് അല്ലെങ്കിൽ ഒരാവശ്യമില്ലാതെ എന്തിനോ വേണ്ടി അതിപ്പോ അതിപ്പോ
കുറച്ച് ആൾക്കാരുടെ നല്ലല്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് ഫേമസ് ഒരാളുടെ ഇതില് കൂടെ അവർക്ക് വേണ്ടത് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും അവർ ബോധേഡ് അല്ല. അപ്പോൾ ആ ഫേമസ് ആൾ ബോധേഡ് അല്ല, പറഞ്ഞിട്ട് അവർക്ക് അത് എഫക്ട് ചെയ്യാനും പോകുന്നില്ല. അതേപോലെ തന്നെ ഞാൻ ആലോചിക്കാറുണ്ട്, പക്ഷെ നമുക്ക് ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയും പേരെ വായടയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. വേറെ കാര്യമുണ്ട് മാളവിക, ഇത് അറിയാൻ പാടില്ലാത്ത കാരണം നമ്മുടെ പ്രേക്ഷകർക്കും കാരണം ഇതിനകത്ത് പല ഐഡീസ് ഇല്ലേ, കമൻസ് വരുന്നില്ലേ, നെഗറ്റീവ് കമൻസ് ഇടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇപ്പോൾ ഫേക്ക് ഐഡീസ് ആണ്. ഫേക്ക് ഐഡീസിൽ അതിനകത്ത് ശരിക്ക് ഒരാളുടെ പേര് പോലും ഉണ്ടാവില്ല. അതെ, സീറോ പോസ്റ്റ്. അന്ന് അവർ ആ കമന്റ് ഇടാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത പോസ്റ്റ്, ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള 10,000 കണക്കിന് ഫേക്ക് ഐഡീസ് മാത്രം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. അതിനകത്ത് അവരുടെ ജോലി എന്ന് പറയുന്നത് നെഗറ്റീവ് കമന്റ്സ്, ഇവനെ തകർക്കാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് കമന്റ്സ് ഇടുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതിനകത്ത് നെഗറ്റീവ് കമന്റ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കാൻ പോലും, കാരണം അവർ നമ്മളിനിയിപ്പോൾ അവരുടെ ഐഡിയയിൽ കയറിയിട്ട് നമുക്ക് പേഴ്സണലി ചീത്ത പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിയേറ്റഡ് ആണ്. അത് ആർക്കും സ്വന്തമായിട്ട് വ്യക്തിപരമായിട്ട് അവർക്ക് ഹേർട്ട് ചെയ്യില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഫേക്കാണ്. അപ്പം അത് കണ്ടിട്ട് നമ്മൾ സാധാരണക്കാരെന്താ വിചാരിക്കണമെന്നറിയോ, ശരിക്കും ഒരാളുടെ പേര് വല്ലതും ഉണ്ടല്ലോ, മറ്റേ ചൈനീസ് പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നമ്മൾ അത് കണ്ടിട്ട് അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഇവര് ഫാമിലിയൊക്കെ ഇത് കമന്റ്സ് വായിക്കുമ്പോൾ അയ്യോ എല്ലാം നെഗറ്റീവ് കമന്റ്സ് ആണ്. ഈ നെഗറ്റീവ് കമന്റ്സ് ഇടാൻ വേണ്ടിയിട്ട് മാത്രം ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതല്ല ശരിക്കും കറക്റ്റായിട്ട് ജെന്യൂൻ ആയിട്ടുള്ളത്. നമ്മളുടെ ഐഡിയിൽ നിന്ന്, നമ്മുടെ മുഖമുള്ള ഇതിൽ നിന്ന് നമ്മൾ വന്ന് ഒരാൾക്കൊരു അഭിപ്രായം പറയാം. മെസ്സേജസ് വരും, കുറച്ച് നല്ല കാര്യങ്ങൾ. അത് നമ്മൾ ഒരിക്കലും കമന്റ്സിൽ കാണില്ല. ഇത് നമ്മൾ ഇങ്ങനെ കമന്റ്സ് നെഗറ്റീവ്സ് ഇടുന്നവരെ എനിക്കറിയുന്ന, എന്നെ പേഴ്സണലി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ചെന്ന് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ മാളവിക എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് പെരുമാറിയിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പലരും റിപ്ലൈ തരുന്നത് എന്താണെന്നറിയോ, ഇല്ല എനിക്കപ്പോൾ അവിടെ വന്നതിന് അറ്റൻഷൻ കിട്ടുമല്ലോ അതുകൊണ്ട് ഇട്ടതാ, ഇല്ല ചേച്ചി എനിക്ക് ഒരു കുഴപ്പമില്ല ആ കുട്ടിയായിട്ടൊന്നും. ഇപ്പൊ നമ്മുടെ സിനിമയിലേക്ക് വരുമ്പോഴേക്കും ഇപ്പോൾ റാഫി സാറിന്റെ സ്ക്രിപ്റ്റുകൾ എന്ന് പറയുമ്പോൾ അറിയോ, ഒരു ക്രിസ്പായിട്ട് കൊള്ളിക്കേണ്ടത് തീർച്ചയായിട്ടും കൊള്ളിച്ചായിരിക്കും പറയുന്നത്. അപ്പോൾ ഈ സിനിമയും അതുപോലത്തെ ഒരു സിനിമയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനൊരു സിനിമ ചെയ്യുന്ന സമയത്ത് മുബിനാണ് ഇപ്പോൾ ഒരു കഥാപാത്രം ആവാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ, ഷേപ്പ് ചെയ്യാൻ സമയം എടുത്തോ മുബിനെ? അല്ല, മുബിന് സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള റാഫിക്കാടെയും ഷാഫിയുടെയൊക്കെ പടത്തിൽ. അപ്പോൾ സിനിമയും അതിനായിട്ട് ടെക്നിക്കൽ സൈഡും എല്ലാം അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. പിന്നെ ഒരു പുതിയ ആൾ അഭിനയിക്കാൻ വരുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് അഭിനയിക്കുമായിരിക്കും, പക്ഷേ ഈ ടെക്നിക്കൽ സൈഡും കൂടി പഠിച്ചിരിക്കണമല്ലോ. ചിലപ്പോൾ ഒരു സെഷൻ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ, ഒരു ഷോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് അത് മറ്റേ ലൈറ്റ് കട്ടാകാതെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിന് ഓവർലാപ്പ് ആകാണ്ട് എങ്ങനെ വരാം പോകാം എന്നൊക്കെ പറയുന്നത് ചിലർക്ക് നന്നായിട്ട് അഭിനയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ആദ്യത്തെ ടെക്നിക്കൽ എററാണ്. പക്ഷെ അതൊന്നും ഇതിനകത്ത് അത്രയും ടെക്നിക്കൽ സെൻസ് ഉള്ളതിൻ്റെ പേരിൽ അതും നമുക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. ഞാൻ ചുമ്മാ എൻ്റെ മനസ്സിൽ നിന്ന് ചോദിക്കുക, അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ ഇക്കയ്ക്ക് സംബന്ധിച്ച് എന്താണ് ഒരു സിനിമാക്കാരൻ്റെ ജീവിതത്തിൽ വേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഇക്കയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ? ഞാൻ പരിപൂർണമായിട്ടുള്ള സിനിമാക്കാരെന്ന് പറയാനോ അല്ല, ഞാൻ ഈ സിനിമയില്ലാത്ത സമയത്ത് സ്റ്റേജ് ഷോ ചെയ്യണ ആളെപ്പോഴും. ഞാനും ദൂരം സ്റ്റേജ് ഷോന് കൊണ്ടെന്നറിയോ. ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കട്ടപ്പനയിൽ ഒരു വർഷം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ബഹ്റിനിൽ സ്റ്റേജ് ഷോ ദാസേട്ടനും സുജാ ചേച്ചിയുടെയും കൂടെ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ റിലീസ് ഇവിടെ കേരളത്തിൽ നടക്കുന്ന സമയത്ത്. അപ്പോൾ ഇതിന് നമ്മൾ സ്റ്റേജ് ഷോ നമ്മുടെ എനർജി എന്ന് പറയുന്നത് അതാണ്. അതായത് ഓഡിയൻസ് ആയിട്ടുള്ള ഫേസ് ടു ഫേസ് ആണ്. ആ ഒരു എനർജി തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഞാൻ പറയട്ടെ, നമ്മൾ ചെയ്യുന്ന സിനിമകളിൽ നല്ല പാട്ടുകൾ ഉണ്ടാകാറുണ്ടെന്ന് പറയാറുണ്ട്. ഈ പാട്ടുകൾ ഉണ്ടാകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേജ് എക്സ്പീരിയൻസ് ആണ്. ഞാനിപ്പോൾ ഗാനമേളയ്ക്ക് ഇപ്പോഴും ഗാനമേളയ്ക്ക് പോയിക്കൊണ്ടിരിക്കും. ഭയങ്കര ഇഷ്ടമാണ് ഗാനമേളയ്ക്ക് പോകാൻ. അപ്പോൾ കിട്ടുന്ന ഗാനമേളയ്ക്ക് പിടിച്ച് പോകാറുണ്ട്. അപ്പോൾ ഗാനമേളയ്ക്ക് പോകുമ്പോൾ ഓഡിയൻസായിട്ട് എങ്ങനെയാണ് അവർക്ക് എങ്ങനത്തെ പാട്ടുകളാണ് ഇഷ്ടമെന്ന് നമുക്കറിയാം. എങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോൾ അവർ ഡാൻസ് ചെയ്യും, എങ്ങനത്തെ പാട്ടുകൾ നമ്മൾ കൈയടിക്കും, എങ്ങനത്തെ പാട്ട് പാടുമ്പോൾ അവർ നമ്മുടെ കൂടെയൊക്കെ എന്നുള്ളത് പഴയ ജനറേഷനിൽ ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ സ്റ്റേജിൽ നോക്കുമ്പോൾ ഫേസ് ടു ഫേസ് നമുക്കിങ്ങനെ കറക്റ്റ് റിയാക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുക. അല്ലാണ്ട് സിനിമാക്കാരനായി എന്ന് പറഞ്ഞിട്ട് ഞാൻ സിനിമയിൽ ഒരു വണ്ടി മേടിച്ച്
അടുത്ത വണ്ടി കുറച്ചും കൂടി ബെൻസ് മേടിച്ചു, മറ്റൊന്ന് മേടിക്കാം, ഒരു സ്പോർട്സ് കാർ മേടിച്ചു, മറ്റേ AC റൂമിൽ നിന്ന് വേറെ ആരും കാണാൻ പറ്റും എന്നും പറഞ്ഞിട്ട് ഓടി വേറെ ഹോട്ടലിൽ കയറി അവിടെ നിന്ന് ഇങ്ങനെ ഹൈഡ് ചെയ്ത് തീർക്കണമല്ല. നമ്മൾ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നതാണ്. ഇത് കഴിഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മളെ പഴയ ലൈഫിൽ നമ്മൾ വേറെ ഒരു പ്രത്യേകതയും ഫീൽ ചെയ്യാണ്ട് നാട്ടിലിറങ്ങി ആരും നമ്മൾ പിടിച്ചിട്ടാൻ പാടില്ല. എനിക്കൊക്കെ തന്നെ ഒരു നാട്ടിലൊക്കെ ഇറങ്ങി നടക്കുന്ന സമയത്ത് ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ പിള്ളേർ വന്നിട്ട് ചേട്ടൻ സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കും. അടുത്ത് പോകാനെന്ന് പറയും, എടുക്കും. അതിൽ കൂടുതൽ ഉപദ്രവവും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞ അത്രയും ക്രൈസുള്ള ആർട്ടിസ്റ്റുകളോട് ഉണ്ടാവും. നമ്മളോട് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകാത്ത എൻ്റെ പേരിലായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് പക്ഷെ എന്നാൽ പോലും ആ ഇഷ്ടം അത് നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ്. നമ്മൾ സ്റ്റേജ് ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, സ്റ്റേജിൽ പോകുന്നതിൻ്റെ പേരിൽ ആ ഒരു ഇത് പൾസ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് കിട്ടിയത്. മാളവികയെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ എല്ലാമാണ് എനിക്ക് അറിയാവുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്ന കുറച്ച് കാലമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവം സിനിമയിലാണ്. അപ്പോൾ അതല്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ അറിയില്ല എന്നൊക്കെ. ബട്ട് കലയോടുള്ള ഇഷ്ടം എനിക്കെന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു വഴിത്തിരിവായിരുന്നു സിനിമയിലേക്കും. അതപ്പോൾ അതെന്നും കാത്തു സൂക്ഷിക്കുന്നു. നല്ല നല്ല മൂവീസൊക്കെ ചെയ്ത്, ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടറാണ് പലർക്കും. അപ്പോൾ അതൊരു ജോബിൻ്റെ രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നു, നല്ല നല്ല വർക്ക്സ് ചെയ്യാനും. ലൈഫിൽ എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുമല്ലോ. ഒന്ന് നമ്മളൊക്കെ ഡൗൺ ആവുന്ന സമയത്ത് ഫസ്റ്റ് ചിന്തിക്കുന്ന നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്ന എന്തെങ്കിലും മൊമെന്റ് ഉണ്ടാവുമല്ലോ. ലൈഫിൽ അങ്ങനത്തെ ഒരു മൊമെന്റ് എന്തായിരിക്കും മാളവികയെ സംബന്ധിച്ച്? ഒന്ന് ഡൗൺ ആയിരിക്കുമ്പോൾ ഞാൻ ഇന്ന കാര്യം ഓർത്താൽ, ഇന്ന ആളെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഇന്ന ഇൻസിഡന്റ് ഓർത്താൽ പോലെ ഓൺ ആവും എന്ന് തോന്നുന്ന ആ ഒരു മൊമെന്റ് എന്തായിരിക്കും? അങ്ങനെ ഒരു ബ്രേക്ക് ഡൗൺ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, ടച്ച് വുഡ്. ബട്ട് അങ്ങനെ അത്രത്തോളമൊക്കെ ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കടന്നു വന്നിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും ഏറ്റവും മുന്നോട്ട് മൂവ് ചെയ്യാൻ എപ്പോഴും പ്രേരിപ്പിക്കുക. കാരണം മറ്റൊരാളെ ഇൻസ്പയർ ചെയ്യുന്നേക്കാളും നമ്മളെന്താണോ പോയിട്ടുള്ളത് അതൊക്കെ ഒന്ന് ആലോചിക്കുമ്പോൾ, ആ സ്ട്രഗിൾസും കാര്യങ്ങളും ആലോചിക്കുമ്പോൾ താനേ സ്ട്രെങ്ത് വരും. അല്ല, എനിക്ക് ഇതിൻ്റെ 2 വേർഷന് കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെ ഒരു, പക്ഷേ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ സിനിമകളുടെ കണ്ടൻറ്റിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചെയ്ത സിനിമകളെല്ലാം പ്രൊഡ്യൂസർക്ക് ലാഭമായിരുന്നു. അങ്ങനെ 6 സിനിമ, മലയാളത്തിലെ 6ാമത്തെ സിനിമ അത്. ഇത് കഴിഞ്ഞ ഇപ്പോൾ ഈ സിനിമ നമ്മൾ റിലീസ് ചെയ്യുന്നുള്ളൂ. കഴിഞ്ഞ 5 പടങ്ങളിലും പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടിയിട്ടുള്ള ഇത് നമ്മുടെ സിനിമകളിൽ നിന്ന്. കാരണം ഞാൻ എണ്ണം എടുത്ത് പറയുകയാണെങ്കിൽ അമറക് ബ്രന്തോണി ഇതിൻ്റെ വേറൊരു കാര്യം, ഇത് തള്ളല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം അവർ ടാക്സും കൂടി കൊടുത്താണ്. അമറക് ബ്രന്തോണിയും കട്ടപ്പനയും ഒരു 10ന് മേളിൽ ലാഭം കിട്ടിയതാണ്, 10 കോടിക്ക് മേളിൽ. പിന്നെ വന്നത് മേരാന ഷാജി, അതും പടം അത്രയും അഭിപ്രായം കിട്ടിയില്ല. കുറച്ച് ഈ പറഞ്ഞ പോലെ ആൾക്കാർ നിരാശരായിരുന്നു. പക്ഷേ ആ പടത്തിന് പ്രൊഡ്യൂസർക്ക് രാകേഷ് ഏട്ടനാണ്, ബി രാകേഷ്. അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചാൽ അദ്ദേഹത്തിന് പൈസ കിട്ടിയിരിക്കുന്ന സിനിമകളിലൊന്ന് അത് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ലാഭമായിരുന്നു സിനിമ. കേശി വീടിൻ്റെ നാഥൻ, അത് ദിലീപിൻ്റെ ലൈഫിൽ, ദിലീപിൻ്റെ കരിയറിലും എൻ്റെ കരിയറിലും ഏറ്റവും വലിയ ബിസിനസ് നടന്നിരിക്കുന്ന സിനിമ. 30 കോടി രൂപയാണ് അത് ഹോട്ട്സ്റ്റാർ എടുത്തത്. പിന്നെ ഈശോ 4 കോടി 40 ലക്ഷം രൂപയൊക്കെ തീർന്നൊരു സിനിമ 14 കോടി രൂപയുടെ ബിസിനസ് നടന്നതാണ്. അരുന്നാരൻ്റെ അടുത്ത് ചോദിച്ചൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ സിനിമകൾ ചെയ്ത് പ്രൊഡ്യൂസർക്ക്, പക്ഷേ ഈ കമൻറ്റ് തൊഴിലാളികളുടെ ഇത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സിനിമ അനൗൺസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവരുടെ ധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 2 സിനിമ കഴിഞ്ഞ് ബാക്കിയൊക്കെ ഫ്ലോപ്പാണെന്നുള്ളൊരു സന്തോഷം, ഒരാളെ തകർക്കാനായിട്ട് അടുത്ത ഫ്ലോപ്പ്, അടുത്ത ബോംബ് അവനെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന സ്ഥലത്ത് അവരെ ആഗ്രഹം അതാണ്. ഒരു മനസ്സുഖം അവർക്ക്, ഒരു മനസ്സുഖം, സലീംകുമാർ പറഞ്ഞാലും ഒരു മനസ്സുഖം. പക്ഷേ സത്യസന്ധമാണ്, നമ്മളിത് ആരും തിരുത്താനും പോയില്ല. കാരണം ഇത് OTT റിലീസായിരുന്നു ഇതൊക്കെ, മറ്റേ കേസും ഈശോയൊക്കെ. അപ്പോൾ പക്ഷേ അതിന് നല്ല പൈസ കിട്ടിയ പടങ്ങളാണ്. അതറിയുമ്പോൾ ചിലപ്പോൾ ഇത് അറിയാതെ പ്രേക്ഷകരിലേക്ക് അത് ലോസായിരുന്നു. സിനിമയുടെ അഭിപ്രായ വ്യത്യാസം ഞാൻ പറഞ്ഞില്ലേ, സിനിമ ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അതിപ്പോൾ നമ്മുടെ ഈ സിനിമയാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ എന്ന് പറഞ്ഞിട്ടല്ല, ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, മേ ബി.
അപ്പൊ തീർച്ചയായും സിനിമ 31-ന് ഇറങ്ങുകയാണ്. ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഒരു പുതിയൊരു നായകനെ നമുക്ക് മലയാളത്തിലേക്ക് കിട്ടുകയാണ്. ഞങ്ങൾക്കും ഒരുപാട് പ്രതീക്ഷയുണ്ട്. അപ്പോൾ കാണാൻ വേണ്ടി പ്രേക്ഷകരോടാണ് പറയുന്നത്. ഇത് പ്രേക്ഷകരോട് പറയാനുള്ള ഒറ്റ വാക്കുള്ളൂ, ഈ അമിത പ്രതീക്ഷയില്ലാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ, ഒരു സാധാരണ കുറച്ച് നേരം പോക്കിന് വേണ്ടിയിട്ട് നമ്മൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് വരിക. മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഫാമിലി, കാരണം വെച്ചാൽ ഇതൊരു ക്ലീൻ സിനിമയാണ്. എല്ലാവരും കൂട്ടി ഫാമിലിയായിട്ട് വരികയാണെങ്കിൽ അവർക്ക് അതിന് മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും ഈ സിനിമയിലില്ല. അങ്ങനെ എന്ന് പറയേണ്ട സിറ്റുവേഷൻസ് ഒന്നും ഇല്ലാത്ത ക്ലീൻ സിനിമ. കാരണം നമ്മൾ ഏത് സിനിമ ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം വിചാരിക്കുന്നതാണ് എൻ്റെ ഫാമിലി, എൻ്റെ വൈഫും എൻ്റെ മക്കളും എൻ്റെ ഉമ്മയും എല്ലാ പാരൻസൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയിരുന്ന് കാണുമ്പോൾ അതൊക്കെ തല കുമ്പിടേണ്ട അവസ്ഥ വരുത്താത്ത സിനിമകളാണ് ചെയ്യാൻ ആഗ്രഹം. ഇനിയുള്ള സിനിമകൾ അങ്ങനെ തന്നെയൊക്കെ ചെയ്യുള്ളൂ, അത് എത്ര വന്നാലും. ഇത് അത്തരത്തിലുള്ളൊരു നല്ല ക്ലീൻ സിനിമയാണ്. നമുക്ക് 2 മണിക്കൂർ ദൈർഘ്യമുള്ളൂ കൃത്യം. ഈ 2 മണിക്കൂറും ബോറടിക്കാതെ കണ്ടുകൊണ്ടിരിക്കാം, അതുമാത്രം ഉറപ്പ് പറയാം. അപ്പോൾ തീർച്ചയായും സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ 2 പേർ ഒരു കൂട്ടായ്മയുടെ അധ്വാനമാണ്. അപ്പം അത് തിയേറ്ററിൽ തന്നെ വന്നിരുന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. വെറുതെ ഒരു ഇപ്പോൾ കമ്പനി തൊഴിലാളികളെ പോലെ വെറുതെ ആരോ എന്തോ പറഞ്ഞെന്ന് കേട്ടി പറയാതെ നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് സിനിമ എന്താണെന്ന്, അവരുടെ അധ്വാനം എന്താണെന്ന് കണ്ട് എക്സ്പീരിയൻസ് സന്തോഷത്തോടെ ഇറങ്ങി പോവുക അല്ലേ. സിനിമ വലിയൊരു വിജയമാകട്ടെ. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിനെ താങ്ക് യു സോ മച്ച്.